ഇലക്ട്രോ കെമിസ്ട്രി എന്ന നമ്മുടെ കെമിസ്ട്രിയുടെ 5ാമത്തെ ചാപ്റ്ററിലെ 2ാമത്തെ ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വളരെ വിശദമായിട്ട് ഡാനിയൽ സെല്ലിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ള കാര്യം പഠിച്ചു. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറയുന്ന ഒരു സീരീസ് എങ്ങനെയാണ് വന്നത്, അതിൻ്റെ ഉപയോഗം എന്താണ്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു എക്സ്പെരിമെൻറ്റ് തന്നിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡാനിയൽ സെല്ലിൽ എന്താ പഠിച്ചേ? സിങ്ക് ഇലക്ട്രോഡ് സിങ്ക് സൾഫേറ്റിൽ, കോപ്പർ ഇലക്ട്രോഡ് കോപ്പർ സൾഫേറ്റിൽ. എങ്കിൽ ഇതേ ഡാനിയൽ സെൽ എടുത്തിട്ട് നമ്മൾ ആ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ മാറ്റിയിട്ട് പകരം ഈ കാണുന്ന ഓരോരുത്തരായിട്ട് കൊടുത്തു നോക്കാനാണ് പറഞ്ഞേക്കുന്നത്. ആരൊക്കെയാണുള്ളത്? അലൂമിനിയം സൾഫേറ്റ്, സിൽവർ നൈട്രേറ്റ്, മെഗ്നീഷ്യം സൾഫേറ്റ്. ഇവർ ഓരോരുത്തരായിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? കണക്ട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്ത് നോക്കണം? ഇവിടെ ഇലക്ട്രോൺസ് എവിടെ നിന്ന് എങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുന്നത്, ഇവിടുത്തെ ആനോഡ് ആരാണ്, കാഥോഡ് ആരാണ്, ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്ത്, കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്ത്, അതുപോലെ തന്നെ ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് എന്ത്. അപ്പോൾ എല്ലാവരും പെയർ ചെയ്തേക്കുന്ന കോപ്പറുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും പെയർ ചെയ്തേക്കുന്ന കോപ്പറുമായിട്ടാവുമ്പോൾ ഇവിടുത്തെ വ്യത്യാസം, സിങ്ക് ഉപയോഗിച്ചപ്പോൾ ഉള്ള വ്യത്യാസം, അലുമിനിയം ഉപയോഗിച്ചപ്പോൾ ഉള്ള വ്യത്യാസം, സിൽവർ ഉപയോഗിച്ചുള്ള വ്യത്യാസം, മെഗ്നീഷ്യം, ഇവരെല്ലാവരും ഒരേ അളവിലാണോ ചാർജുകൾ ഫ്ലോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത്? അല്ലേ? ആർക്കാണ് കൂടുതൽ, ആർക്കാണ് കുറവ്, എന്തുകൊണ്ടാണ് കൂടിയത്, എന്തുകൊണ്ടാണ് കുറഞ്ഞതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. സോ ഇൻ ദ ഡാനിയൽ സെൽ എന്ത് ചെയ്യണം? റീപ്ലേസ് ദ സിങ്ക് വിത്ത് സിങ്ക് സൾഫേറ്റ് ബൈ അലൂമിനിയം, സിൽവർ, മെഗ്നീഷ്യം റോഡ് ആൻഡ് ഇമേഴ്സ് ദ മെറ്റൽസ് ഇൻ ദെയർ ഓൺ സാൾട്ട് സൊല്യൂഷൻ. അതായത് ഇവർ ഓരോരുത്തരായിട്ട് എന്ത് ചെയ്യണം? കണക്ട് ചെയ്യണം. എക്സ്പെരിമെൻ്റ് റിപ്പീറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കിട്ടിയ കാര്യങ്ങൾ ഈ ഒരു ടേബിളിൽ എഴുതണം. അതായത് നിങ്ങൾ നോക്കുമ്പോൾ ആദ്യം നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്? അലൂമിനിയം എന്ത് ചെയ്തു? അലൂമിനിയം സൾഫേറ്റിൽ വെച്ചിട്ട് കോപ്പർ സൾഫേറ്റിൽ വെച്ചിട്ട് നമ്മൾ ഇവർ രണ്ടുപേരും കണക്ട് ചെയ്തപ്പോൾ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് എങ്ങനെയാണ്? അപ്പോൾ നമ്മൾ ചെയ്ത് നോക്കി കണ്ടുപിടിക്കേണ്ടതാണ്. നിങ്ങൾ ചെയ്ത് നോക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാൻ ചെയ്ത് നോക്കിയില്ല, നമുക്കറിയാം, പഠിച്ച് വെച്ചിട്ട് പറഞ്ഞു തരികയാണ്. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ നോക്കിക്കോടാ, ആദ്യം എന്താ സംഭവിക്കുന്നത് നോക്കാം. അലൂമിനിയം കോപ്പറും കൂടെ നമ്മൾ എന്ത് ചെയ്തു? ഇലക്ട്രോൺ പെയർ ചെയ്തപ്പോഴത്തേക്കും ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്ത് എവിടെ നിന്ന് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ കണ്ടത് അലൂമിനിയത്തിൽ നിന്നും കോപ്പറിലോട്ട് തന്നെയാണ് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്തത്. അപ്പോൾ എവിടെ നിന്നാണ് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത്? അതാണ് ഒരു നെഗറ്റീവ് ടെർമിനൽ. അപ്പോൾ ആനോഡ് ആരാണ്? അലുമിനിയം. കാഥോഡ് ആരായിരിക്കും? കോപ്പർ ആയിരിക്കും. ആനോഡ് എന്ത് നടക്കും. അലുമിനിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 3 ആണെന്നുള്ളത് നിങ്ങൾ എവിടെ പഠിച്ചിട്ടുണ്ട്? ഉന്നത ചാപ്റ്ററിൽ. അപ്പോൾ എന്ത് പറ്റും? 3+ഉം 3 ഇലക്ട്രോൺസുമായിട്ട് മാറും. അലുമിനിയം ആവശ്യമില്ലാത്ത 3 ഇലക്ട്രോൺസിനെ കളഞ്ഞിട്ട് 3++ 3 ഇലക്ട്രോൺസായിട്ട് മാറും. കാഥോഡിൽ എന്ത് പറ്റും? കോപ്പർ 2 ഇലക്ട്രോൺ മതി. അപ്പോൾ കോപ്പർ എന്ത് പറ്റും? 2 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്ത് കോപ്പറായിട്ട് മാറും. അപ്പോൾ ഇവിടെ 1 ഇലക്ട്രോൺ ഉണ്ടാവുമല്ലോ. ആ ഇലക്ട്രോണും രണ്ടാമത് റിയാക്ഷൻ നടന്നിട്ട് വരുന്ന 2 ഇലക്ട്രോൺസും കൂടി ചേർത്തിട്ട് എന്ത് പറ്റും? അവിടെ വീണ്ടും റിയാക്ഷൻ നടക്കും. അതായത് ഇപ്പോൾ നോക്കിക്കോ, ഓവറോൾ സെൽ റിയാക്ഷൻ നമ്മൾ എങ്ങനെ എഴുതും? അലുമിനിയം അല്ലേ, എന്ത് തരും? Al3+ 3 ഇലക്ട്രോൺസ് തരും. കോപ്പർ എന്ത് പറ്റും? Cu2+ 2 ഇലക്ട്രോൺസ് ഗീവ്സ് Cu. ബാലൻസ് ചെയ്യണം കേട്ടോ, അതിലെ ഇക്വേഷൻസ് നമ്മൾ ബാലൻസ് ചെയ്യണം. അതായത് നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ 3 ഇലക്ട്രോൺസ് 2 ഇലക്ട്രോൺസ് ഇതൊക്കെ എങ്ങനെ മാറ്റുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അലുമിനിയം നമുക്കിവിടെ ഒരു തവണ റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് പറ്റും? ഒരു കോപ്പർ ഉണ്ടാവും, 1 ഇലക്ട്രോൺ മിച്ചം വരുമല്ലോ. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് ബാലൻസ് ചെയ്യാനായിട്ടൊന്ന് ശ്രമിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് അലുമിനിയം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു അലുമിനിയം എത്ര കോപ്പറുമായിട്ട് റിയാക്ട് ചെയ്യും? 3 കോപ്പറുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. കാരണം ആലോചിച്ച് നോക്കി, ഒരു അലുമിനിയം ചെയ്യുമ്പോൾ ഒരു അലുമിനിയത്തിൽ നിന്ന് 3 ഇലക്ട്രോൺസ് ഉണ്ടായി. അതിൽ ഒരു കോപ്പർ വന്ന് 2 എടുത്തുകൊണ്ട് പോയി. അടുത്ത ഒരു അലുമിനിയം എന്ത് ചെയ്തു? വന്ന് റിയാക്ട് ചെയ്തു, അത് 2 എടുത്തുകൊണ്ട് പോയി. ബാക്കി എത്ര മിച്ചമുണ്ട്? അതായത് നോക്കടാ, എൻ്റെ ലോജിക്ക് നോക്കണേ. അലുമിനിയത്തിന് 3 ഇലക്ട്രോൺസ് കൊടുക്കാൻ പറ്റും. പക്ഷേ Cu2+ എത്ര എണ്ണം മതി? 2 എണ്ണം മതി. അപ്പോൾ ആര് ബാക്കി? 1 ബാക്കി. അപ്പോൾ തൊട്ടടുത്ത അലുമിനിയം വേറെന്ത് ചെയ്തു? അടുത്ത 3 ഇലക്ട്രോൺസിനെ കൊടുത്തു. അടുത്ത Cu വന്നിട്ട് എത്ര എണ്ണം വാങ്ങിച്ചു? 2 ഇലക്ട്രോൺ വാങ്ങിച്ചു. ബാക്കി എത്ര? 1. അപ്പോൾ 2 ഇലക്ട്രോൺസ് ഇവിടെ ബാക്കിയായല്ലോ. ആ 2 ഇലക്ട്രോൺസ് വേറൊരു Cu2+ആയിട്ട് ചെയ്തു. അപ്പോൾ 2 അലുമിനിയത്തിന് 3 കോപ്പർ എന്ന കണക്കിലായിരുന്നു വരുന്നത്. 2 അലുമിനിയത്തിന് എത്രയായിരിക്കും? 3 കോപ്പർ എന്ന് പറയുന്ന കണക്കിലായിരിക്കും വരുന്നത്. അപ്പോൾ 3 ഇവിടെയും എത്രയായിരിക്കും? 2. ഓക്കെ. അപ്പോൾ 2 കൊടുത്ത് എങ്ങനെയാണ് വരുന്നത് മനസ്സിലായല്ലോ. അപ്പോൾ 2 അലുമിനിയം 2 Al3++ എത്രയായിരിക്കും? ഈ ഇലക്ട്രോൺസിനെ ഉണ്ടാക്കും അല്ലേ. അപ്പോൾ 2 × 2 6 ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ 3 × 2 എത്രയായിരിക്കും? 6. അപ്പോൾ ഇവിടെ എന്ത് പറ്റും? 3 ഇലക്ട്രോൺസ് × 2 വരും. × 2 വരുമ്പോൾ ഇവിടെ 6 ആവും. ഓക്കെ, ഇവിടെ 6 ഇലക്ട്രോൺസ് ആവും. ഇവിടെ 3 വരുമ്പോൾ എന്ത് പറ്റും? ഇവിടെയും 6 ആവും. ബാലൻസ് ചെയ്ത് പോകും. അപ്പോൾ മുകളിലത്തെ ഇക്വേഷൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് താഴത്തേന് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇത് നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂട്ടോ. പക്ഷേ ഈ റിയാക്ഷൻ നിങ്ങൾ
എഴുതുമ്പോൾ അത് എങ്ങനെ വന്നു എന്ന് അറിയണ്ടേ? നമ്മൾ പിടിയിട്ടാടാ എന്താണെന്ന്. അല്ല, നമ്മുടെ റിയാക്ഷൻ എന്തുവാണ്? അലുമിനിയം, ഇതിപ്പോൾ കൺഫ്യൂഷൻ ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അലുമിനിയം എന്ത് പറ്റും? Al3+ഉം പിന്നെ എത്ര 3 ഇലക്ട്രോൺസിനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. Cu2+, 2 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് എന്താവുള്ളൂ? Cu ആവുള്ളൂ. ഇപ്പോൾ ഇക്വേഷൻ ബാലൻസ് ആവണമെങ്കിൽ നമുക്ക് ഈ റേഷ്യോയുടെ ഒരു അളവുണ്ടാവണം, ഓർമ്മ ഉണ്ടാവണം. അപ്പോൾ നമുക്ക് മനസ്സിലായി 2 ഇലക്ട്രോണുകൾ റെഡ്യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ 2 അലുമിനിയം ഓക്സിഡൈസ് ആകുമ്പോൾ 3 കോപ്പറാണ് റെഡ്യൂസ് ആവുന്നത്. അപ്പോൾ അലുമിനിയത്തിൻ്റെ അവിടെ നമ്മൾ 2 ഇട്ട് കൊടുത്തു. അപ്പോൾ 2 2 2 × 3 6. കോപ്പർ 3 എണ്ണമാണല്ലോ ആവുന്നത്. അപ്പോൾ 3 3 × 2 6 3. അപ്പോൾ ഇക്വേഷൻ ബാലൻസ് ആയി. ഓവറോൾ റിയാക്ഷൻ എന്തായിരിക്കും? 2 അലൂമിനിയം റിയാക്ട് വിത്ത് 3 Cu2+, നമുക്ക് എന്ത് കിട്ടും? 2 Al3+ഉം അതുപോലെ 3 Cuവും കിട്ടും. ഇതാണ് ഓവറോൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓവറോൾ റിയാക്ഷൻ എഴുതുന്നത്. ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നത് ഇവിടെ നമുക്ക് ഒരു ലോജിക്ക് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സാധാ ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്ന പോലെ എഴുതി കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത്. വേണമെന്നുള്ളൊരു തൊട്ട് മുമ്പത്തെ വീഡിയോ പാർട്ടിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ, സ്റ്റെപ്പ് വേണം. ഓക്കെ, സോ റിയാക്ഷൻ മാത്രം ഞാൻ പറഞ്ഞു തരാണ്. 2Al 3 Cu2+ ആയിട്ട് ചേർന്ന് 2Al3+ഉം Cu ആവും. 2.7 ചാർജ് കിട്ടും. അടുത്ത് നമ്മൾ സിൽവറിനെ കോപ്പറേറ്റ് ചെയ്തപ്പോൾ കണ്ട കാര്യം മൊത്തം തിരിഞ്ഞുപോയി. സിൽവർ കോപ്പറുമായിട്ട് നമ്മൾ റിയാക്ട് ചെയ്തിട്ട് ഗാൽവനോമീറ്റർ കൊടുത്തപ്പോൾ ഓപ്പോസിറ്റ് ദിശയിലാണ് കണ്ടത്. അതായത് അവിടെ എന്ത് പറ്റി? കോപ്പറിൽ നിന്ന് ഇലക്ട്രോൺ എങ്ങോട്ട് പോയി? സിൽവറിലോട്ട് പോയി. അപ്പോൾ Cuവിൽ നിന്ന് Agലോട്ടാണ് പോയത്. എന്തുകൊണ്ട് പോയി? കാരണം പറഞ്ഞുതരാം. നമ്മളിപ്പോൾ കണ്ട കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആനോട് ആരായാലും കോപ്പർ ആവും, കാഥോഡ് ആരായാവും സിൽവർ ആവും. അപ്പോൾ Cu2+ എന്ത് പറ്റും? Cu എന്ത് പറ്റും? Cu2+ഉം 2 ഇലക്ട്രോണുമായിട്ട് മാറിയിട്ട് ആ 2 ഇലക്ട്രോൺ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയിട്ട് എന്ത് പറ്റും? സിൽവറുമായിട്ട് ചേർന്നിട്ട് റിയാക്ഷൻ ഉണ്ടാകും. ഓവറോൾ റിയാക്ഷൻ Cu+2Ag+ ഗീവ്സ് എന്താണ്? Cu2++ 2Ag. 0.46 ആയിരിക്കും അവിടെ റിയാക്ഷൻ. മെഗ്നീഷ്യവും കോപ്പറും തമ്മിൽ കണക്ട് ചെയ്തപ്പോഴും നമ്മൾ കണ്ടു മെഗ്നീഷ്യത്തിൽ നിന്ന് കോപ്പറിലോട്ടാണ്, മാറ്റമൊന്നുമില്ല. മെഗ്നീഷ്യം ആയിരുന്നു ആനോഡ്, കോപ്പർ ആയിരുന്നു കാഥോഡ്. മെഗ്നീഷ്യം 2++ 2 ഇലക്ട്രോൺസ് ആയി. ആ 2 ഇലക്ട്രോൺസ് Cu2+ ആയിട്ട് ചേർന്നു, കോപ്പർ ഉണ്ടായി. റിയാക്ഷൻ വലിയ ബാലൻസിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല, നേരെ എഴുതി റിയാക്ഷൻ ഇവിടെ നോക്കി. ഇങ്ങനെയാണ് അപ്പോൾ റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് റിയാക്ഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ സിൽവർ എന്ത് പറ്റി? അപ്പോൾ ഇവിടെ അലുമിനിയത്തിൽ നിന്നും കോപ്പറിലോട്ട് പോയി. അലുമിനിയം ആനോഡ്, കോപ്പർ കാഥോഡ്. ആനോഡിൽ എന്ത് പറ്റി? Al എന്ത് പറ്റി? 3 ഇലക്ട്രോൺസ് അല്ലേ? ഇപ്പോൾ Al3+ഉം +3 ഇലക്ട്രോൺസും എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ ടേബിളിൽ പറഞ്ഞു തന്നത്. അതുപോലെ ബാക്കിയെല്ലാം കിട്ടി. ക്വസ്റ്റ്യൻ്റെ ഉത്തരം നമുക്ക് നോക്കാം. വിച്ച് ഹാസ് ദ ഹയസ്റ്റ് വാല്യൂ ഓഫ് വോൾട്ടേജ്? സിങ്ക് കോപ്പറിനാണോ അലുമിനിയം കോപ്പറിനാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കിയപ്പോൾ കിട്ടി അലുമിനിയം കോപ്പറിനാണ് കൂടുതൽ വാല്യൂ കിട്ടിയത്. എന്തുകൊണ്ടാണ്? കാരണം അലുമിനിയം സിങ്കിനേക്കാൾ മോർ റിയാക്റ്റീവ് ആണ്. അപ്പോൾ റിയാക്ഷൻ നമ്മൾ നോക്കുമ്പോൾ അലുമിനിയത്തിനേക്കാളും കൂടുതൽ റിയാക്റ്റീവ് ആണ് ആര്? സിങ്ക് എന്ന് പറയും. സോ അലുമിനിയം ഈസ് തിരിഞ്ഞാണ് ഞാൻ പറഞ്ഞത് അല്ലേ? സിങ്കിനേക്കാൾ മോർ റിയാക്റ്റീവ് ആണ് എന്ത്? അലുമിനിയം. സിങ്കിനേക്കാൾ മോർ റിയാക്റ്റീവ് ആണ് അലുമിനിയം. പറഞ്ഞപ്പോൾ തിരിഞ്ഞു വരുന്നു. ഓക്കെ, സോ എന്താണ്? അലുമിനിയത്തിന് ഓക്സിഡൈസ് ആവാനുള്ള ടെൻഡൻസി കൂടുതലാണ്. സോ എന്താണ്? അലുമിനിയം ഈസ് മോർ റിയാക്റ്റീവ് ദാൻ സിങ്ക്. അപ്പോൾ റിയാക്ടിവിറ്റി കൂടുന്നതിനനുസരിച്ച് കൂടുതൽ ഇലക്ട്രോൺസ് ഉണ്ടാവുകയും അത്ര ഇലക്ട്രോൺസ് മൂവ് ചെയ്യുകയും കിട്ടും. നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലേ? അലുമിനിയം 3 ഇലക്ട്രോൺസിനെയാണ് എന്ത് ചെയ്തത്? പുറത്താക്കിയത്. അപ്പോൾ 3 ഇലക്ട്രോൺസ് പോകുന്നു. സിങ്ക് ആണെങ്കിൽ 2 ആയിരുന്നു. അപ്പോൾ 2-നേക്കാളും 3 പോകുമ്പോഴല്ലേ കൂടുതൽ കറണ്ട്, കൂടുതൽ വോൾട്ടേജ്. ഓക്കെ, ഇനി വിച്ച് ഹാസ് ദ ഹയസ്റ്റ് വാല്യൂ ഓഫ് വോൾട്ടേജ്? മെഗ്നീഷ്യം കോപ്പറിനാണോ അലുമിനിയം കോപ്പറിനാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും മെഗ്നീഷ്യം കോപ്പറിനാണ് കൂടുതൽ വാല്യൂ വരുന്നത്. ഓക്കെ, മെഗ്നീഷ്യം നമ്മൾ കണ്ട കാര്യമാണ്, മെഗ്നീഷ്യത്തിനാണ് കൂടുതൽ വാല്യൂ വരുന്നത്. വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഗാൽവാനിക് സെൽ മെയ്ഡ് അപ്പ് ഓഫ് എ പെയർ ഓഫ് കോപ്പർ ആൻഡ് സിൽവർ? കോപ്പർ സിൽവർ വന്നപ്പോൾ കണ്ട എന്താണ്? കോപ്പറിൽ നിന്നും സിൽവറിലോട്ടാണ് ഫ്ലോ ചെയ്തത്. കാരണം സിൽവറിനേക്കാളും റിയാക്റ്റീവ് ആരായിരുന്നു? കോപ്പർ ആയിരുന്നത് കൊണ്ട്. അപ്പോൾ ഓരോ മെറ്റൽസിനും അവരുടേതായ ഒരു റിയാക്ഷൻ അപ്പോൾ ഉണ്ടെന്ന് മനസ്സിലായി. ഡ്രോ എ ഡയഗ്രാം ഓഫ് ഗാൽവാനിക് സെൽ ഹാവിംഗ് സിൽവർ ആൻഡ് കോപ്പർ ആസ് ദ ഇലക്ട്രോഡ്സ് ആൻഡ് മാർക്ക് ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് കറണ്ട്. ബുദ്ധിമുട്ടില്ല അല്ലേ? വേണോ? എന്താ നോക്കിയേ, ഇങ്ങനെയായിരിക്കും റിയാക്ഷൻ വരുന്നത്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ ഓക്സിഡേഷൻ വയ്ക്കുന്നതുകൊണ്ട് ഇവിടെ ആയിരിക്കും എന്ത് വരുന്നത്? CuSO4ഉം ഇവിടെ ആയിരിക്കും എന്ത് വരുന്നത്? കോപ്പറും വരുന്നത്. ഇവിടെയാണ് എന്താണ്? AgNO3യും ഇവിടെയാണ് എന്ത് വരുന്നത്? Agയും വരുന്നത്. സോ റിയാക്ഷൻ എന്ത് പറ്റി? ഇവിടെ നിന്ന് ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യും. റിയാക്ഷൻ അറിയാമല്ലോ, Cu2+. Cu ഗീവ്സ് Cu2+ +2 ഇലക്ട്രോൺസ്. ഇത് Ag അക്സെപ്റ്റ് ചെയ്തിട്ട് മാറും. ഇതാണ് അപ്പോൾ ഡയറക്ഷൻ. ബാക്കി നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയാമല്ലോ. സോൾട്ട് പിടിച്ചു കൂടി എന്ത് ചെയ്ത് കൊടുത്ത് വയ്ക്കുക, ഇവിടെ അങ്ങ് വരച്ച് വയ്ക്കുക. സെറ്റ്. നമ്മൾ പറഞ്ഞപ്പോൾ കാര്യത്തിൽ നിങ്ങൊരു സംഭവം മനസ്സിലായി. എന്താണ്? ഓർഡർ ഓഫ് ദ ടെൻഡൻസി ടു ഗെറ്റ് ഓക്സിഡൈസ്ഡ് ഓരോ മെറ്റൽസിനും ഓരോന്നാണ്. എല്ലാ മെറ്റൽസും ഒരുപോലെ അല്ല. അപ്പോൾ നമ്മൾ കണ്ടത് ഏറ്റവും കൂടുതൽ കിട്ടിയത് ആർക്കായിരുന്നു? മെഗ്നീഷ്യത്തിനായിരുന്നു. അത് കഴിഞ്ഞിട്ട് അലൂമിനിയത്തിനായിരിക്കും അല്ലേ? അത് കഴിഞ്ഞിട്ട് ആർക്കായിരിക്കും? അത് കഴിഞ്ഞിട്ട് അലൂമിനിയം കഴിഞ്ഞിട്ട് സിങ്കിനായിരിക്കും. അത് കഴിഞ്ഞ് കോപ്പറിനായിരിക്കും. അത് കഴിഞ്ഞിട്ട് സിൽവറിനായിരിക്കും. ഇതാണ് നമ്മൾ കണ്ട ഒരു സീരീസ്. അപ്പോൾ ഇങ്ങനെ നമുക്ക്
പലതരം ഗാൽവാനിക് സെല്ലുകൾ ഇങ്ങനെ ഓരോ മെറ്റൽസിൻ്റെയും മാറ്റി മാറ്റി വെച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു സീരീസ് കിട്ടും. അവിടെ എന്തായിരിക്കും? എലമെൻറ്റുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു? അവരുടെ ഡിക്രീസിങ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു. എന്ന് വെച്ചാൽ ഏറ്റവും ആദ്യമുള്ള ആൾ ഏറ്റവും റിയാക്റ്റീവ്, താഴോട്ട് പോകുന്നതോറും റിയാക്ഷൻ കുറഞ്ഞു വരും. ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം, മെഗ്നീഷ്യം കഴിഞ്ഞിട്ട് അലുമിനിയം, അലുമിനിയം കഴിഞ്ഞിട്ടാണ് എന്ത്? നമ്മുടെ സിങ്ക് കഴിഞ്ഞിട്ടാണ് എന്ത്? കോപ്പർ കഴിഞ്ഞിട്ടാണ് എന്ത്? സിൽവർ. കണ്ടോ? അപ്പോൾ ഇങ്ങനെ നമുക്ക് റിയാക്ടിവിറ്റി അറേഞ്ച് ചെയ്തൊരു സീരീസ് കിട്ടും. ഈ സീരീസിൻ്റെ പേരാണ് എന്ത്? റിയാക്ടിവിറ്റി സീരീസ്. അപ്പോൾ ഈ സീരീസിൻ്റെ പേരാണ് എന്ത്? റിയാക്ടിവിറ്റി സീരീസ്. അപ്പോൾ എന്താ റിയാക്ടിവിറ്റി സീരീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിക്രീസിങ് ടെൻഡൻസി ടു ഗെറ്റ് ഓക്സിഡൈസ്ഡ്, അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറയുന്നത്. മെഗ്നീഷ്യം, അത് കഴിഞ്ഞിട്ട് അലുമിനിയം, സിങ്ക്, കോപ്പർ, സിൽവർ, അത് കഴിഞ്ഞിട്ട് ഗോൾഡ് നമ്മൾ പഠിച്ചില്ല എങ്കിലും ഗോൾഡ് കിടക്കുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടുന്നതാണ് റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ സീരീസ് ഇൻ വിച്ച് എലമെന്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ദ ഡിക്രീസിങ് ഓർഡർ ഓഫ് ദ റിയാക്ടിവിറ്റി ഈസ് നോൺ ആസ് റിയാക്ടിവിറ്റി സീരീസ്. അപ്പോൾ ഇതെങ്ങനെയായാലും നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ നമുക്ക് ഈ വർഷം അല്ലെങ്കിലും അടുത്ത വർഷം നിങ്ങൾ +1 പോകുമ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇത് യൂസ് ഉണ്ടാകും. +1 ഇത് വേണം കേട്ടോ. +1 +2 ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്റർ തന്നെ ഉണ്ട്. NCERT ബുക്ക് ഒന്നും മാറ്റിയിട്ടില്ലെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടാകും. സോ ഇത് പഠിച്ചു വയ്ക്കുന്നത് നല്ലതാണ്. സോഡിയം അല്ല പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, മഗ്നീഷ്യം, അലുമിനിയം, സിങ്ക്, അയൺ, നിക്കൽ, കുറച്ച് നമ്മൾ ടൈപ്സ് ഓഫ് റിയാക്ഷനൊക്കെ പഠിക്കുമ്പോഴും ഇത് വേണം. അപ്പോൾ ഇതൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇത് അറിഞ്ഞതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്, ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. സോ ആപ്ലിക്കേഷൻസ് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ടു ഐഡന്റിഫൈ വിച്ച് മെറ്റൽ ഇറ്റ് ഈസ് റീപ്ലേസ്ഡ്, അല്ല ഏത് മെറ്റലാണ് റീപ്ലേസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ഇതിന് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ ഉപയോഗങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ ഇതൊന്ന് കാണാതെ പഠിച്ചു വെക്കണം. അപ്പോൾ എന്തെങ്കിലും കോഡൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഈ റിയാക്ടിവിറ്റി സീരീസിൽ ഇത്രയും ആൾക്കാരുടെ ഓർഡർ ഒന്ന് പഠിച്ചു വെക്കണം. അപ്പോൾ ഈ ഓർഡറൊക്കെ പഠിച്ച് സെറ്റായി നിങ്ങൾ ഇരിക്കുമ്പോഴത്തേക്കും അടുത്ത ക്ലാസ് നമുക്ക് വന്നിട്ട് ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യാം? പഠിക്കാം. അപ്പോൾ ഇന്ന് ഇത്രയും മതി. അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? അതിൻ്റെ ബാക്കി പഠിക്കാം. സോ ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. നോട്ട് കിട്ടാൻ ടെലഗ്രാമിൽ പോയാൽ മതി, അല്ലെങ്കിൽ വാട്സാപ്പിൽ ആയാലും വന്നോ. ശരി, അപ്പോൾ